കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 17, 22 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ശിഷ്യന്മാർ ഗലീലയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അവർ അവനെ വധിക്കും, എന്നാൽ 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും. ഇത് കേട്ട് അവർ അതീവ ദുഃഖിതരായി തീർന്നു. അവർ കഫർനാമിലെത്തിയപ്പോൾ ദേവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ? അവൻ പറഞ്ഞു, ഉവ്വ്. പിന്നീട് വീട്ടിലെത്തിയപ്പോൾ യേശു ചോദിച്ചു, ശിമയോനെ, നിനക്കെന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് നികുതിയോ ചുങ്കമോ പിരിക്കുന്നത്? തങ്ങളുടെ പുത്രന്മാരിൽ നിന്നോ അന്യരിൽ നിന്നോ? അന്യരിൽ നിന്ന്, പത്രോസ് മറുപടി പറഞ്ഞു. യേശു തുടർന്നു, അപ്പോൾ പുത്രന്മാർ സ്വതന്ത്രരാണല്ലോ. എങ്കിലും അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷ ഭാഗം ഒത്തിരിയേറെ ദൈവശാസ്ത്രപരമായ ആഴമേറിയ ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. ഇന്നത്തെ വായനയുടെ ആരംഭത്തിൽ തന്നെ നമ്മൾ കാണുകയാണ്, ഈശോ തൻ്റെ വരാൻ പോകുന്ന പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനത്തെക്കുറിച്ച് തൻ്റെ അപ്പസ്തോലന്മാരോട് 2-ാം പ്രാവശ്യം പ്രവചിക്കുക. ആദ്യത്തെ പ്രവചനം കഴിഞ്ഞ് തുടർന്നു വരുന്ന വചനഭാഗം എന്ന് പറയുന്നത് ഈശോ അപ്പസ്തോലന്മാരെ, പ്രത്യേകിച്ച് തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഈശോ തൻ്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഉത്ഥാനത്തെക്കുറിച്ച് ആദ്യ പ്രാവശ്യം പ്രവചിച്ചു. അത് തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലായി കാണണമെന്നില്ല. അതിൻ്റെ പൂർണ്ണതയിൽ ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായി കാണണമെന്നില്ല. ഇതൊക്കെ സംഭവിക്കുമോ എന്നുള്ളൊരു ആശങ്കയും അവർക്കുണ്ടായി കാണും. തൊട്ടടുത്ത നിമിഷത്തിലാണ് യേശു അവരെ മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ വിദൂര ഭാവിയിൽ സംഭവിക്കും എന്നതിൻ്റെ ഒരു തെളിവ് കൊടുക്കുക. ഒരു അടയാളം കൊണ്ടോ അത്ഭുതം കൊണ്ടോ ഒരു തെളിവ് കൊടുക്കുക. ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്, ഈശോ അപ്പസ്തോലന്മാരോട് 2-ാം പ്രാവശ്യം തൻ്റെ സഹനത്തെക്കുറിച്ച്, പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനത്തെക്കുറിച്ച് പ്രവചിക്കുകയാണ്. എന്നിട്ട് തൊട്ടടുത്ത ഭാഗത്തിൽ അവർ കഫർനാമിലേക്ക് പോയി അവിടെ ടെമ്പിൾ ടാക്സിനെ കുറിച്ചും നാണയത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവിടെ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, പോയി ചൂണ്ടയിടുക, ഒരു മീനെ കിട്ടും, അതിൻ്റെ വായിൽ നിന്നും നാണയം എടുക്കുക, ടാക്സ് കൊടുക്കുക. ഇവിടെയും ഈശോ തൻ്റെ പ്രവചനം പൂർത്തീകരിച്ചതിന് ശേഷം അടുത്ത വചനഭാഗത്ത് നമ്മൾ കാണുന്നത് ഒരടയാളം, ഒരത്ഭുതം ഈശോ പ്രവർത്തിക്കുകയാണ്. ഇതെന്നൊക്കെ ഈ സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ സന്ദേശം, കർത്താവ് പറഞ്ഞിട്ടുള്ളതെല്ലാം വിദൂര ഭാവിയിൽ സംഭവിച്ചതായി മനസ്സിലാക്കിയവരാണ് നമ്മൾ. ഈ ജനം അന്ന് മനസ്സിലാക്കിയിട്ടില്ല. അപ്പസ്തോലന്മാരിതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അതായത് കാരണം യേശുവിൻ്റെ കുരിശുമരണമോ പീഡാസഹനമോ ഉത്ഥാനമോ ഒന്നും ഇവർ കണ്ടിട്ടില്ല. ഇതിൻ്റെയൊക്കെ ഒരു മുന്നാസ്വാദനം മാത്രം യേശു അവർക്ക് കൊടുത്തിട്ടുള്ളൂ. ഇതൊക്കെ സംഭവിക്കും, ഞാൻ പറഞ്ഞത് സംഭവിക്കും, അല്ലെങ്കിൽ വിദൂര ഭാവിയിൽ സംഭവിക്കും എന്ന് അവർക്കൊരു മുന്നറിയിപ്പ് കൊടുത്ത് അതവർക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതിനും അധികമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ യേശു ഒരു അത്ഭുതവും ഒരടയാളവും പ്രവർത്തിച്ചിട്ട് താൻ പറഞ്ഞത് പൂർത്തീകരിക്കപ്പെടുമെന്നുള്ള ഏറ്റവും ഉന്നതമായൊരു സന്ദേശം കൊടുക്കുക. ഇവിടെ ഞാനും നിങ്ങളൊക്കെ യേശുവിൻ്റെ കുരിശുമരണവും അല്ലെങ്കിൽ ഈ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടത് കണ്ട ജനതയാണ്. അങ്ങനെയെങ്കിൽ മുന്നോട്ട് യേശു പറഞ്ഞിട്ടുള്ള എല്ലാ പ്രവചനങ്ങളും പൂർത്തീകരിക്കപ്പെടും. നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ഒത്തിരി നമ്മുടെ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കും. നമ്മൾ പറയും, തിരുസഭയിൽ ഞാൻ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു,
വരാനിരിക്കുന്ന ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? അവൻ്റെ രണ്ടാം വരവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ കാരണം ഈശോ വചനത്തിലൂടെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം പൂർത്തിയാകുക തന്നെ ചെയ്യും. അപ്പോൾ പൂർത്തിയാകാൻ പോകുന്ന ചില രഹസ്യങ്ങളെക്കുറിച്ച് ഈശോ തൻ്റെ അപ്പസ്തോലന്മാരോട് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഈശോ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത്. അല്ലെങ്കിൽ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ താബോറിൻ്റെ അനുഭവത്തിൻ്റെ നടുവിൽ പത്രോസ് പറഞ്ഞു, ഇവിടെ ആയിരിക്കും നല്ലതാണ്, നമുക്കിവിടെ കൂടാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടിയാൽ മതിയായിരുന്നു. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു പ്രവർത്തിച്ചത് തന്നിലൂടെ പൂർത്തീകരിക്കപ്പെടാൻ പോകുന്ന ഉന്നതമായ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് തൻ്റെ അപ്പസ്തോലന്മാർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈശോ അത്ഭുതങ്ങൾ അപ്പോൾ എല്ലാ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നിലുള്ള അടിസ്ഥാന വിഷയം എന്താണ്? യേശു പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണെന്നും ഈ പുത്രനിലൂടെയാണ് ലോകത്തിൻ്റെ രക്ഷ സാധ്യമാകുന്നതെന്നുള്ള ഏറ്റവും പരമോന്നതമായ ഒരു അടിസ്ഥാന സത്യമാണ് ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ ഈ ദേവാലയ നികുതി എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് വളരെ ആത്മീയമായ അർത്ഥമുണ്ട്. പഴയ നിയമത്തിൽ ഈ ദേവാലയ നികുതി കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഇസ്രായേൽ ജനത്തിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് ദേവാലയത്തിൻ്റെ പരിപോഷിപ്പിന് വേണ്ടിയിട്ടായിരുന്നു. അതായിരുന്നു ഒരർത്ഥം. അതിൻ്റെ ഉള്ളിൽ തന്നെ മറ്റൊരു ആത്മീയ അർത്ഥം കൂടിയുണ്ട്. എന്തിനാണ്? ഒരു പരിഹാര ബലിയായിട്ട്. ഇവിടെ വരുമ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, പുത്രന്മാരാണോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നാണോ നികുതി കളക്ട് ചെയ്യുന്നത്? അവർ പറഞ്ഞു മറ്റുള്ളവരിൽ നിന്നാണ്. അപ്പോൾ പുത്രൻ സ്വതന്ത്രനാണല്ലോ. യേശു ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഈ ദേവാലയ നികുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ് അതിനുള്ളിൽ കിടക്കുന്ന ആന്തരിക അർത്ഥം. അതിനാവശ്യമില്ല. മറ്റൊരർത്ഥം, പഴയ നിയമത്തിൻ്റെ പരിഹാര ബലിയായി തീർന്നവൻ ഇതാ പുതിയ നിയമത്തിൻ്റെ പരിഹാര ബലിയാണ് ഞാനെന്നും എൻ്റെ ജീവിതമാണ് കാൽവരിയിൽ നികുതിയായിട്ട് ദൈവജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി തീരേണ്ട നികുതിയായിട്ട് തീരേണ്ടതെന്നും യേശു ഈ അപ്പസ്തോലന്മാരുടെ ഈ നികുതിയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കിടക്കുന്ന ആന്തരിക ആത്മീയ അർത്ഥം അതാണ്. അതുകൊണ്ടാണ് ഈശോ അപ്പസ്തോലന്മാർക്ക് മനസ്സിലായാലോ. ഈശോ ചോദിച്ചു, അങ്ങനെയാണ് ഈ പുത്രൻ നികുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം താനാണ് ദൈവത്തിൻ്റെ പുത്രൻ, പിന്നെ ദൈവത്തിന് നികുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ദേവാലയ നികുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഈശോ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ യേശുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ദൈവീക രഹസ്യങ്ങൾ കണ്ടവരും കേട്ടവരും ജീവിതം കൊണ്ട് മനസ്സിലാക്കിയവരാണ് നമ്മളെങ്കിൽ യേശു വചനത്തിലൂടെ പറഞ്ഞതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പൂർത്തീകരിക്കപ്പെടും. ഒരു സംശയവും വേണ്ട. കർത്താവ് പറഞ്ഞ മരണത്തോടുകൂടി ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കേണ്ടി വരും. നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. വിധിയാളനായി ഇപ്പോൾ കർത്താവിനെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കരുണാമയനായ ദൈവമായിട്ടാണ്. ഈ സ്വാദ്യം വന്നത് കരുണാമയനായിട്ട് ദൈവമായിട്ടാണ്. രണ്ടാമത്തെ വരവ് വിധിയാളനായിട്ടാണ് വരുന്നത്, വിധിക്കാനായിട്ടാണ് വരുന്നത്. കാരണം എന്താ? നമുക്ക് ഈ ജീവിതകാലം മുഴുവൻ ദൈവം തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ കാരുണ്യത്തിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ലത്തീൻ റീത്തിൽ വിശുദ്ധ കുർബാനയിൽ കർത്താവെ നിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് പാപത്തിൽ നിന്നും പാപത്തോടുള്ള ബന്ധത്തിൽ നിന്നൊക്കെ മാറി വിശുദ്ധ ജീവിതം നയിക്കാൻ സഹായിക്കണമേ എന്ന്. അപ്പോൾ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവിക രഹസ്യങ്ങളിലും ദൈവവചനത്തിലും പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യജീവൻ്റെ പ്രതിഫലം ക്രിസ്തുവിലൂടെ നമുക്കായി നേടിത്തന്ന നിത്യജീവൻ്റെ പ്രതിഫലം ഉറ്റുനോക്കി ജീവിക്കാനുള്ള ഒരേറ്റവും ശക്തമായ ആത്മീയ സന്ദേശമാണ് ഇന്നത്തെ വായന നമുക്ക് തരുന്നത്. ഈ സന്ദേശ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന കർത്താവിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് വിശ്വാസത്തിൻ്റെ വിശുദ്ധിയുടെ നിത്യജീവൻ്റെ ഒരു അനുഭവത്തിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.